ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഇന്ന് തുടങ്ങും. അപ്പം നമുക്ക് വേണ്ട സ്ട്രിങ് ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി. അപ്പം നമുക്ക് ആദ്യത്തെ ഇതിൻ്റെ അകത്ത് ലെഫ്റ്റിൽ ഫസ്റ്റ് കിടക്കുന്ന ഐ ഡി, അപ്പോൾ അതിനെ കൊണ്ടുവരാൻ വേണ്ടി ഇക്ക് ഐ ഡിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്നിട്ട് അടുത്ത ഒരു സ്റ്റെപ്പിൻ്റെ അകത്ത് ഒരെണ്ണത്തിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അത് റൂളാണ്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൻ്റെ അകത്ത് ഐ ഡി പ്ലസ് പിന്നെ അടുത്ത എന്താ ഈ മാറ്റിയിട്ട് ഐ ഡി വേണം. അപ്പോൾ ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഇ എന്നാണ് ലാസ്റ്റ് വൺ. അവിടെ സ്റ്റാറിന്റെ കഴിഞ്ഞിട്ടുള്ള ഇക്ക് ഐ ഡി കൊടുത്തു. അപ്പൊ നമുക്ക് വേണ്ട നമ്മൾ ഈ സ്റ്റാർ ഇ എന്ന് കൊടുക്കുന്ന ആ മേളിലത്തത് രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതെ അതെ. ഇനി റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ ഇ പ്ലസ് ഇ തന്നെ എഴുതി, എന്നിട്ട് റൈറ്റിൽ ഇക്കാണ് ഈ സ്റ്റാർ ഇ എന്ന് കൊടുത്തത്. അത് ബാക്കി പഴയ പോലെ. ഈ സ്റ്റാർ ഇ എവിടുന്നാ വന്നേന്ന് അവന്മാരെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചേക്കും മേളിൽ പോയിട്ട്. ഈക്ക് 3 സാധനമുണ്ട്. ഒന്നെങ്കിൽ ഈക്ക് ഇ പ്ലസ് ഇ കൊടുക്കണം, അല്ലെ ഈ സ്റ്റാർ ഇ കൊടുക്കാം, അല്ലെ ഐ ഡി കൊടുക്കാം. എന്ത് കൊടുത്തിട്ടാണെങ്കിലും അവസാനം ഈ സാധനം കിട്ടിയാൽ മതി. അതിനകത്ത് തന്നെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആകുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് ആദ്യം തുടങ്ങണമെന്നേ ഉള്ളൂ. എടാ പറഞ്ഞു കഴിഞ്ഞു. അത് വീഡിയോ ഉണ്ട് സ്ക്രീനില്. പറയുമ്പോഴത്തേക്ക് എടാ അതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് കാണിച്ച RMD ഞാൻ ഒന്ന് എഴുതിയേക്കട്ടെ. 4 എഴുതി, 4 സ്റ്റെപ്പ് എഴുതി വെച്ചേട്ടെ. ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി. നിനക്ക് ഈ PDF അങ്ങ് അയച്ചു തന്നാ പോരും. നീ നോട്ടൊക്കെ ചെയ്തു. ഞാൻ ഇന്ന് പോയി എഴുതാൻ കഴിയാത്തോണ്ടൊരു പ്രിന്റ് എടുത്തേക്ക് വെച്ച്. ബാക്കി പറഞ്ഞു. ട്രീ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ എഴുതിയേക്കുന്ന സാധനത്തിനെ തന്നെ ട്രീക്കകത്ത് എങ്ങനെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അതിനാണ് പാസ് ട്രീ എന്ന് പറയുന്നത്. സെയിം സ്ട്രിങ് തന്നെ ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡിയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനെ പാസ് ട്രീ വരയ്ക്കുമ്പോൾ ആദ്യം ഈടാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ ഈ മെയിൻ റൂട്ട് നോഡായിട്ട് വന്നു, എന്നിട്ട് ആ ഈനെയാണ് നമ്മൾ ഇ പ്ലസ് ഇ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇന്ന് 3 ചൈൽഡ് വരും, ഇ പ്ലസ് ഇ. ഇനി നമ്മൾ എന്താ ശരിക്കും ഇവിടെ ചെയ്തത്, ഇ പ്ലസ് ഇന്റെ അകത്ത് ഇ പ്ലസ് ഇക്കകത്ത് ലെഫ്റ്റ് ഇക്കാണ് ഐ ഡി കൊടുത്തത്. അപ്പൊ ആ ഇക്ക് ഐ ഡി കൊടുത്തു. എന്നിട്ട് അടുത്ത ഇക്ക് ഈ സ്റ്റാർ ഇ കൊടുത്തു. അപ്പൊ ഈ സ്റ്റാർ ഇ എഴുതി. എന്നിട്ട് ഈനെ ഐ ഡി ആക്കി, ഈനെ ഐ ഡി ആക്കി. ഇനി ഇതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ലീഫ് നോഡിനെ എല്ലാം ഇങ്ങനെ വരയ്ക്കണം. ഐ ഡി ഇവിടുത്തെ പ്ലസ്, പിന്നെ ഏറ്റവും താഴെ ഇവിടെ ഐ ഡി, ഇവിടെ ഏറ്റവും താഴെ സ്റ്റാർ, പിന്നെ ഇവിടെ ഐ ഡി, അങ്ങനെ എടുക്കണം. അപ്പൊ ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി എന്ന് അങ്ങനെ എടുക്കണം. ഇനി ഇത് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ. റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ 2 പടവും കണ്ട സെയിം ആയിട്ട് തോന്നും, പക്ഷെ വരയ്ക്കുന്ന രീതി വ്യത്യാസമാണ്. ഈക്കകത്ത് തന്നെ തുടങ്ങും, അത് സെയിമാ, റൂട്ട് ഓൺ സെയിമാ. പക്ഷെ ഇ പ്ലസ് ഇ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആയിരിക്കും കൊടുക്കുന്നത്. അവിടെ നിന്നാണോ കൊടുത്തു വരുന്നത്? അതെ, ഈ സ്റ്റാർ അതെങ്ങനെ വരയ്ക്കൂടാ? ഈ തീട്ടം പ്രഷൊക്കെ ആയിട്ട് വന്നേക്കൂ, വേറെ പ്രഷറാ. എന്തുവാടാ ആളം? ഒരു സൂര്യനും 2 കാക്കയും കൂടെ ആയിരിക്കും. എന്നിട്ട് റൈറ്റിലെ ഇ ആണ് നമ്മൾ ഈ സ്റ്റാർ ഇ എന്നാക്കുന്നത്. അതായത് ഇവിടെ നീയല്ലേ വരയ്ക്കുന്നത്? ഒന്നും കേൾക്കുന്നില്ല. എന്റെ നെറ്റില് കുഴപ്പമാണ്. ഇ പ്ലസ് ഇ എന്ന് ആദ്യം എഴുതി നമ്മള്. എന്നിട്ട് ഈ ഈനെയാണ് നമ്മൾ മറ്റേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഏതാണ്? ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് അങ്ങോട്ട് പോവല്ലേ? ഈ സ്റ്റാർ ഇ എന്നാക്കി. എന്നിട്ട് ഇവിടെ ഇക്ക് ഐ ഡി എന്ന് കൊടുക്കും, ഇക്ക് ഐ ഡി കൊടുക്കും, പിന്നെ ലാസ്റ്റ് ആണ് ഇവിടെ ഐ ഡി കൊടുക്കുന്നത്. എന്നിട്ട് പഴയതുപോലെ വരച്ചു നോക്കും, ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി. ഇനി അംബിഗസ് ഗ്രാമർ. അംബിഗസ് ഗ്രാമർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും പറഞ്ഞു. ഒരു ഗ്രാമറിന് നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എടുത്ത ഒരു സ്ട്രിങ് കിട്ടി, അതായത് ഇവിടെ ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി കിട്ടി. ഇനി നമ്മള് ഇവിടെ തുടങ്ങിയത് ഇ പ്ലസ് ഇക്കകത്താ. നമ്മള് ഇപ്പൊ ഈ സ്റ്റാറിൽ നിന്ന് തുടങ്ങിയിട്ട് അവിടെയും ലെഫ്റ്റ് മോസ്റ്റ്
ഡെറിവേഷൻ ചെയ്ത് സെയിം സ്ട്രിങ് കിട്ടുവാണെങ്കിൽ ആ. അതിനെ ആ ഗ്രാമർ അംബിഗസ് എന്ന് പറയും. അതായത് സംഭവം ഇത്രേ ഉള്ളൂ, അംബിഗസ് ആണെന്ന് ഒരു ഗ്രാമറിനെ പറയണമെങ്കിൽ ഇഫ് ആ ഗ്രാമറിൽ മോർ ദാൻ വൺ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഓർ മോർ ദാൻ വൺ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഓർ മോർ ദാൻ വൺ പാസ് ട്രീ ഉണ്ടെങ്കിൽ അതിനെ അംബിഗസ് എന്ന് പറയാം. ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. ആ ഓക്കെ. എടാ ഈ പാസ് ട്രീ എന്ന് വെച്ചാ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേറ്റ് ചെയ്തും റൈറ്റ് മോസ്റ്റ് ഡെറിവേറ്റ് ചെയ്തും ഒരേ ആൻസർ കിട്ടുവാണെങ്കിൽ അത് പാസ് ട്രീ ആണ്. പാസ് ട്രീ ആണല്ല, അംബിഗസ്. അംബിഗിയസ് ഗ്രാമർ ആണ് ഉദ്ദേശിച്ചത്. പാസ് ട്രീ എന്താന്ന് ഞാൻ ചോദിച്ചു. പാസ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേറ്റീവ് റൈറ്റ് മോസ്റ്റ് ഡെറിവേറ്റീവും ട്രീ കണക്ക് വരയ്ക്കുന്ന സാധനം. ഓക്കെ അതല്ലേ നിന്നെ മുന്നേ കാണിച്ചു. ആ ശരിയാണ്. പാവങ്ങളെ കളിയാക്കാതടാ, ഞാനും ഇങ്ങനായിരുന്നു സോറി ഉണ്ണി സാർ. ഒരു സമയത്ത്. നിങ്ങളൊക്കെ എടാ നീ മിണ്ടരുത്, നിന്നെ ഞാനിത് രണ്ടാമത്തെ വട്ടം ഓടിപ്പിക്കും. അതാ സംശയം ചോദിച്ചാ ഓക്കെ എന്ന് പറയാ. തുടങ്ങും ബാക്കി പറ. ഇവിടെ നോക്കി ഇ പ്ലസ് ഇ തുടങ്ങി, ഇ സ്റ്റാർ ഇ തുടങ്ങി. പക്ഷെ രണ്ടിലും നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് കൊടുക്കുന്നത്. നോക്ക്, ഈ ലെഫ്റ്റിലേക്കാണ് ഐ ഡി കൊടുത്തത്, ഇവിടെ ഈ ലെഫ്റ്റിലേക്കാണ് ഇ പ്ലസ് ഇന്ന് കൊടുത്തത്. കണ്ടോ? അങ്ങനെ സെയിം ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ചെയ്ത് തന്നിട്ട് ഫൈനൽ ആൻസർ സെയിം കിട്ടി. രണ്ട് രീതിയിലുള്ള ഇക്വേഷൻ എടുത്ത് സെയിം ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേറ്റിവിറ്റി ചെയ്യും. അതെ. ഓക്കേ. ഈ സാധനം പറയാൻ ഇപ്പൊ ഇത് ഈ എക്സാമ്പിൾ വെച്ച് പറയാൻ മനസ്സിലാവത്തില്ല. തിയറി ഉണ്ടായിരുന്നു. ഈ മൊഡ്യൂൾ തുടക്കത്തിൽ 2 പേര് തിയറി ഉണ്ട്. അപ്പൊ ഈ പീഡിഎഫിന്റെ അകത്തില്ല. ഒന്നും കേൾക്കാൻ പറയുന്ന എന്റെ നെറ്റിന്റെ കുഴപ്പം. എടാ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ പോനവേ? ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്ക് കൃത്യമായിട്ട് കേൾക്കും. എടാ അതാ എന്റെ നെറ്റിന്റെ കുഴപ്പമാണ്, ഇവിടത്തെ ആയിരിക്കും. നീ എന്നാ നെറ്റ് എടുക്കാൻ പോകുന്നു? BSNL കുഴപ്പമൊന്നുമില്ല. അതല്ലേ ഉള്ളു, വേറെ എനിക്ക് ഈ ടൗണിൽ മാത്രല്ലേ ഉള്ളു. ലോക തോൽവികളോ BSNL. എന്റെ മോനെ ഇവിടെ ഉണ്ടായിരുന്നു ആദ്യം. 24 kbps ബ്രോഡ്ബാൻഡിന്റെ സ്പീഡാവും. ബ്രോഡ്ബാൻഡ് ഇത് ഫൈബറാ. ഫൈബർ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. ഫൈബർ അടിപൊളിയാണ്. എത്ര MB/s? ഇത് 60 അപ്ഗ്രേഡ് ചെയ്തു. ഇവിടെ വെറുതെ ഇരുന്നാൽ ഇവന്മാരുടെ ബേസിക് പ്ലാനില്ലേ ഏറ്റവും താഴത്തെ, അതിന് 30 MB/s 400 രൂപയേ ഉള്ളൂ. അത്ര ഉണ്ടാ നിങ്ങളെ? ഉണ്ടാടാ BSNL? ഉണ്ടോടാ? 450 ആണോ? അല്ല, എന്നിട്ട് അവന് ലാഗ്. അത് നീ മനസ്സിലാക്കണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഏതാ പാട്ടി തീട്ടത്? ബാക്കി പറ. എനിക്ക് തോന്നി അത് മേടിച്ച മോഡത്തിന്റെ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. മോഡം മാറേണ്ടി വരും. നോക്ക്, ഇനിയിപ്പോ ഇത് അംബിഗസ് ആണോന്ന് ചെക്ക് ചെയ്യാം നമ്മൾ ചെയ്യുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇ പ്ലസ് ഇയും ഇ സ്റ്റാർ ഇ, അത് ഇവിടെ ഈ സാധനമൊക്കെ തന്നെ ഉള്ളു. സെയിം രണ്ട് സാധനം എടുത്തിട്ട് സെയിം രീതി ഡെറിവേറ്റ് ചെയ്ത് ആയിത്തേക്ക് പോകണം. പിന്നെ എപ്സിലോൺ ഇടയ്ക്ക് വരുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ അതറിയാമല്ലോ അല്ലേ? ഇല്ല, ഞാൻ മറന്നുപോയി. ഇപ്പൊ ഇവിടെ നോക്ക്, ASBS ആണ് ഫസ്റ്റ്. നമ്മൾ എസിന് എപ്സിലോൺ കൊടുത്തെന്ന് വെച്ചോ. അപ്പം ഈ ഇടയ്ക്ക് എപ്സിലോൺ വരുമല്ലോ, എപ്സിലോൺ BS എന്നല്ല വരുന്നത്. അപ്പൊ അതിന് കൂട്ടത്തില്ല, ABS എന്നാക്കും. അതാണ് എപ്സിലോൺ വരുമ്പോ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അത് എപ്സിലോൺ ആണോ? എസ് അല്ലേ? എസ് അല്ലേ അത്? അവിടെ എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. എപ്സിലോൺ ബി എപ്സിലോൺ ഇല്ല, ഒരു സമയത്ത് ഒരെണ്ണം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ ഒരു സമയത്ത് ഒരെണ്ണം കൊടുക്കാൻ പറ്റത്തുള്ളൂ. എപ്സിലോൺ കൊടുക്കുമ്പോഴത്തേക്ക് അതിനെ കൂട്ടത്തില്ല വാല്യൂ ആയിട്ട്. അപ്പോഴത്തേക്ക് ABS എന്നാവും. എന്നിട്ട് ആ എസിനെ ആദ്യത്തെ എസ് കണ്ടോ, S = ASBS, ആ രണ്ടാമത്തെ എസിന് ആദ്യത്തെ ASBS വാല്യൂ ഇട്ട് കൊടുക്കും. അപ്പൊ ABASBS എന്നാവും. എന്നിട്ട് വീണ്ടും എപ്സിലോൺ കൊടുക്കും.
അപ്പൊ എ ബി എസ് എന്ന് വരും. എന്നിട്ട് ഫൈനലിൽ എക്സിനും എപ്സിലോൺ കൊടുക്കും. അപ്പൊ എ ബി കിട്ടി. ഇവിടെ നമ്മൾ ചെയ്തത് എന്തുവാ, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ് ചെയ്തത്. ഇനി സെയിം സാധനത്തിന് നമ്മൾ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ചെയ്യുക. അല്ല ശരി, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ തന്നെ വേറെ വാല്യൂ. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഇവിടെ എന്ത് ചെയ്തിരുന്നു? അവിടെ നേരെ ആദ്യത്തെ എസിന് എസ് ഈസിക്കൽ ടു എ എസ് ബി എസ് തന്നെ കൊടുത്തു. പക്ഷെ രണ്ടാമത്തേന് നമ്മൾ വേറെയാ കൊടുത്തത്. അവിടെ എക്സിന് എപ്സിലോൺ ആണ് കൊടുത്തത്. പക്ഷെ ഇവിടെ മറ്റേ സാധനം കൊടുത്തു, ബി എസ് ഐ എസ് കൊടുത്തു. വേറെ സാധനമൊക്കെ ചെയ്തിട്ട് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ചെയ്യുവാണെങ്കിലും സെയിം സാധനം കിട്ടുമെന്ന്. ബി എസ് ഐ എസ് അത് തന്നെ ആദ്യത്തേന് ബി എസ് ഐ എസ് കൊടുക്കും. എന്നിട്ട് എക്സിന് എപ്സിലോൺ കൊടുക്കും. അപ്പൊ ഇങ്ങനെ വരും. അതിനെ വീണ്ടും എക്സിന് എപ്സിലോൺ കൊടുക്കും, വീണ്ടും എപ്സിലോൺ കൊടുക്കും. ഓക്കെ, മനസ്സിലായടാ ഹബീസ്? ഇവിടെ ക്യാപ്ഷൻ ഓണാക്കി. അപ്പൊ ഇതിനകത്ത് ഉണ്ണി പറഞ്ഞത് ഇറ്റ് ഈസ് അബ്സ എന്ന്, അബ്ബാസ് എന്നുള്ളത്. അപ്പൊ നീ പറയും ഇറ്റ്സ് അബ്സല്യൂട്ട്ലി യു എന്ന്. നീ ഒന്നും പഠിക്കാനിരിക്കുവല്ലേ, നീ പോ. പഠിക്കണോ? ലെഫ്റ്റ് റിക്കർഷൻ എന്താന്ന് പറയാ. രണ്ട് കേസാണ് വരുന്നത്. ഒന്ന് ലെഫ്റ്റ് റിക്കർഷനും വരും, ഒന്ന് ലെഫ്റ്റ് ഫാക്ടറിങ്ങും വരും. അതിൻ്റെ അകത്ത് ലെഫ്റ്റ് റിക്കർഷൻ എന്താന്ന് വെച്ചാൽ, ഇപ്പം എ പ്രൊഡ്യൂസസ് എ ആൽഫ ഓർ ബീറ്റ, അതാണ് ലെഫ്റ്റ് റിക്കർഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ നോൺ ടെർമിനൽ പ്രൊഡ്യൂസേഴ്സ് ആദ്യം നോൺ ടെർമിനൽ തന്നെ വരുവാണെങ്കിൽ, അതായത് ആരോയുടെ അപ്പുറത്ത് വീണ്ടും ഒരു നോൺ ടെർമിനൽ സെയിം നോൺ ടെർമിനൽ വരുവാണെങ്കിൽ അതിനെ ലെഫ്റ്റ് റിക്കർഷൻ എന്നാ കേസിനെ വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം വരുവാന്ന് വെച്ചാൽ ഇത് ബേസ് ആണ്. ഇത് ഈ 3 സ്റ്റെപ്പും കാണാൻ പഠിക്കണം. എ പ്രൊഡ്യൂസേഴ്സ് എ ആൽഫ ഓർ ബീറ്റ ആണെങ്കിൽ എ പ്രൊഡ്യൂസേഴ്സ് ബീറ്റ എ ഡാഷ് എന്ന് എഴുതും. ഞാനൊന്ന് മാർക്ക് ചെയ്യട്ടെ. അതെവിടാണ്? അതെ കിടക്കുന്നു. എ പ്രൊഡ്യൂസേഴ്സ് എ ആൽഫ ഓർ ബീറ്റ ആണെങ്കിൽ, അതാണെങ്കിൽ നമ്മളതിനെ എന്തു ചെയ്യുന്ന എ പ്രൊഡ്യൂസേഴ്സ് ബി അല്ല ബീറ്റ എ ഡാഷ് എന്നാണ്. എന്നിട്ട് ആ എ ഡാഷിനെ ആൽഫ എ ഡാഷ് ഓർ എപ്സിലോൺ എന്ന് എഴുതും. എ ഡാഷിനെ ആൽഫ എ ഡാഷ് ഓർ എപ്സിലോൺ എന്നാണ്. ഈ 3 സ്റ്റെപ്പ് കാണാൻ പഠിച്ചു നോക്കണം. ഈ 3 സ്റ്റെപ്പ് അറിയാമെങ്കിൽ നമുക്ക് ഈ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ നോക്ക്. ഇതിൻ്റെ അത് ലെഫ്റ്റ് റിക്കർഷൻ ഉള്ളത് ഏതൊക്കെയാന്ന് നിങ്ങൾ നോക്കിയിട്ട് പറ. ക്വസ്റ്റ്യനിൽ ലെഫ്റ്റ് റിക്കർഷൻ ഉള്ള എന്തുവാ? ലെഫ്റ്റ് റിക്കർഷൻ ഉള്ള പ്രോബ്ലം ഏതൊക്കെയാന്ന് പറ. ആദ്യത്തെ ലെഫ്റ്റ് റിക്കർഷൻ ആണ്, രണ്ടാമത്തെ ലെഫ്റ്റ് റിക്കർഷൻ ആണ്, മൂന്നാമത്തെ ലെഫ്റ്റ് റിക്കർഷൻ അല്ല. നിനക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. അവനോട് ചോദിച്ചേ. എടാ ഹബീസ് ഉറങ്ങിയോ? എടാ ഒന്നാമത് നീയൊക്കെ പറയുന്നത് എനിക്ക് വിട്ടാണ് കേൾക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആകുന്നില്ല ഒന്നും. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സീനില്ല. അപ്പൊ നമ്മള് ഇതിൻ്റെ അകത്തെ ഇ പ്രൊഡ്യൂസേഴ്സ് ഇ പ്ലസ് ടി ഓർ ടിക്കകത്ത് നമ്മൾ താഴെ എഴുതി നോക്കും. കണ്ടോ? അത് ഈ സാധനം നോക്കും. ഇയുടെ താഴെ എന്ന് എഴുതി നമ്മുടെ ജനറൽ ഫോം 3 ഇക്വേഷൻ കാണാൻ പഠിക്കണമെന്ന് പറയണ്ടേ. ഈ പെണ്ണിന്റെ അകത്ത് എന്തൊക്കെ ബീറ്റാറ്റ് ഒക്കെ എന്തിനാ എഴുതി വെച്ചിരിക്കുന്നു? ഇതാണ് ക്വസ്റ്റ്യൻ അല്ല. ഞാൻ ഈ തീട്ടം വെച്ച് എങ്ങനെ ഇതിട്ട് വരയ്ക്കുന്നു? എടാ അത് ചെറുതാകാൻ പറ്റുന്നില്ല. ഞാൻ കുറെ നോക്കിയത് കണ്ടോ, ഓപ്ഷൻ ഇല്ല ചെറുതാക്കാൻ. കുട്ടിയുടെ അത്രയുള്ള പേനയും വെച്ചോണ്ടാവുന്ന അതൊക്കെ കേക്കാം അല്ലേ? അതൊക്കെ അവനെ കേക്കാം. എടാ വേറെ പേനയുണ്ടോ നോക്കടാ, സൈഡിൽ നോക്കടാ, വേറെ പേനയുണ്ട്. വേറെ പേനയൊന്നും ഇല്ല. റൈറ്റ് സൈഡിൽ നോക്കടാ. എടാ അത് റീഡാക്ട്, അത് വേറെ എന്തോ സാധനം. അതേ കണ്ട അതിന്റെ അടിയിലത്തെ പ്രൊട്ടക്റ്റാ. അതിന്റെ അടിയിൽ അത് വേറെ സാധനം. ഫിൻലാൻഡ് സൈൻ കണ്ടോ? എന്ത് സീനാണ്. ഇതിന്റെ സൈസ് എങ്ങനെ പറയുന്നത്?
അയ്യോ പോയാ ടൂൾസ് എടു ആ ട്യൂൾസിന്റെ സംഭവം ഞാനിപ്പോ അതല്ലേ എടുത്ത്. ഇവൻ സീനായി ഇവൻ. അതേ ഡ്രോ എവിടെ ഇത്ര നേരം വന്നിട്ട് ഇതും വെച്ച് വെറുതെ ഇരിക്കുവായിരുന്നു. നോക്ക് ഈ പ്രൊഡ്യൂസേഴ്സ് ഈ ആണോന്നും ഈ പ്രൊഡ്യൂസേഴ്സ് ഇ പ്ലസ് ടി ഓർ ടി, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ജനറൽ ഫോർമുല 3 എണ്ണം ഉണ്ട്. എ പ്രൊഡ്യൂസേഴ്സ് ആദ്യം ഇത് നോക്കണം, ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ട്. കാര്യം എന്താ, ഈ ഒരു നോൺ ടെർമിനല് പ്രൊഡ്യൂസർ സെയിം നോൺ ടെർമിനലാണ്, അതുകൊണ്ട് ഇവിടെ അതുണ്ട്. ഏത് ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ട്. അപ്പം ഇതിന്റെ താഴെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക തെറ്റായിരിക്കാൻ വേണ്ടി. എ പ്രൊഡ്യൂസേഴ്സ് എ, ഈ മൊത്തം സാധനത്തിനാണ് ആൽഫ എന്ന് എടുക്കുന്നത്, തെറ്റല്ലേ. എ ആൽഫ ഓർ ബീറ്റ. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്തുവാ, എ പ്രൊഡ്യൂസേഴ്സ് ബീറ്റ എ ഡാഷ്, അതായത് എ എന്തുവാ ഇ, എ പ്രൊഡ്യൂസേഴ്സ് ബീറ്റ എ ഡാഷ്, ബീറ്റ ഏതാ ടി, ബീറ്റ എ ഡാഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇ പ്രൊഡ്യൂസേഴ്സ് ടി ഇ ഡാഷ്. അത് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. മറ്റേ ഇക്വേഷനിൽ നിന്ന് എടുത്ത് ഇനി ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ഏതാ, എ ഡാഷ് പ്രൊഡ്യൂസേഴ്സ്, അവിടെ എ ഡാഷ് എന്ന് പറയുമ്പോൾ ഇ ഡാഷ് ഓർ എപ്സിലോൺ. നീ സ്റ്റെപ്പ് എല്ലാം കാണാതെ പഠിച്ചാടാ? അത് കുറെ ചെയ്യുമ്പോൾ താനെ പഠിക്കും. അപ്പൊ നീ കുറെ ചെയ്തു? ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കുറെ ഉണ്ട്. ഇതൊക്കെ തന്നെ ഇരുന്ന് നോക്കിയ കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ അകത്ത്. എനിക്ക് ഇപ്പൊ ഈ സാധനം പഠിച്ചാൽ മനസ്സിലായെങ്കിൽ ബാക്കിയൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും. ആൽഫ 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 എ ഡാഷ് എന്ന് പറയുമ്പോൾ ഇ ഡാഷ്, ആൽഫ എ ഡാഷ് ഓർ എപ്സിലോൺ. മനസ്സിലായോ? ഈ എഴുതി വെച്ചേക്കുന്ന മനസ്സിലായോ? ഇനി ഇത് ടി പ്രൊഡ്യൂസേഴ്സ് ടി സ്റ്റാർ എഫ് ഓർ എഫ്, അതിൻ്റെ അകത്ത് ഇത് എ പ്രൊഡ്യൂസേഴ്സ് എന്ത് വരുന്നു, എ ആൽഫ, ടി എ, ഈ സ്റ്റാർ എഫ് ആണ് ബി എന്ന് പറയുന്നത് എഫ് ബീറ്റ. ബാക്കി ഇത് എഴുതി മനസ്സിലായോ? പിന്നെ എ പ്രൊഡ്യൂസേഴ്സ് ബീറ്റ എ ഡാഷ്. എടാ ടി പ്രൊഡ്യൂസേഴ്സ് എഫ് ടി ഡാഷ് എങ്ങനെയാ വന്ന? എ പ്രൊഡ്യൂസേഴ്സ് ബീറ്റ എന്ന് പറയുന്ന എഫ്, എ പ്രൊഡ്യൂസേഴ്സ് ബീറ്റ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ടി, ഇപ്പൊ എ ഡാഷ് എന്ന് പറഞ്ഞാൽ ടി ഡാഷ്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. അവനെന്തോടാ പറഞ്ഞ കേട്ടില്ല. സീനില്ല, അടുത്ത പറഞ്ഞില്ല. ഓക്കെ, ലെഫ്റ്റ് ഫാക്ടറിങ് അങ്ങനെ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. കാര്യം നമ്മുടെ തരുന്ന ക്വസ്റ്റ്യനിലൊന്നും ലെഫ്റ്റ് ഫാക്ടറിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറില്ല. പക്ഷെ ഇത് പഠിക്കണം, ലെഫ്റ്റ് ഫാക്ടറിങ് എന്തോന്ന്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാ, ലെഫ്റ്റ് റിക്കർഷൻ ആണ്. ഈ ലെഫ്റ്റ് ഫാക്ടറിങ് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാല് ഇതൊരു എക്സാമ്പിൾ ആക്കി. ഒരു നോൺ ടെർമിനൽ പ്രൊഡ്യൂസേഴ്സ് ഒരു ടെർമിനൽ നോൺ ടെർമിനൽ ഇത് അത് നോക്കിയാൽ മതി. ഓറ് വരുന്നതിന്റെ മുന്നത്തെ രണ്ട് ഈക്വൽ ആണോ നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് ലെഫ്റ്റ് ഫാക്ടറിങ് ചെയ്യാം. ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് ഫാക്ടർ. മനസ്സിലായോ? ഇതിന് 3 ഇക്വേഷൻ ഉണ്ട്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് ജനറൽ ഇക്വേഷൻ. അതിനെ മാറ്റാൻ വേണ്ടി മറ്റേതുപോലെ 2 ഇക്വേഷൻ എഴുതും. ഈ ടോട്ടൽ 3 എണ്ണം കാണാൻ പഠിക്കണം. ഏതൊക്കെയാടാ? ഈ എ പ്രൊഡ്യൂസേഴ്സ് ആൽഫ ബീറ്റ ഓർ ആൽഫ ബീറ്റ 2. എനിക്ക് ഓർമ്മയില്ല. എ പ്രൊഡ്യൂസേഴ്സ് ആൽഫ എ ഡാഷ്, എ പ്രൊഡ്യൂസേഴ്സ് ബീറ്റ, മറ്റേ എന്ത്
മനസ്സിലായോ? ആ മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് അപ്ലൈ ചെയ്ത് നോക്കുക. ഇത് എ ആണ്. എ എന്ന് പറയുന്നത് ഇവിടെ എ തന്നെ. പിന്നെ വരുന്നത് എന്താണ്, ആൽഫ. ഈ സ്മോൾ എ എന്ന് പറയുന്ന ആൽഫ. പിന്നെ ഈ ആദ്യം വരുന്ന ബീറ്റ 1, വീണ്ടും ആൽഫ, ബീറ്റ 2. ഓക്കെ. എന്നിട്ട് അതിനെ മാറ്റി എഴുതി. ഇവിടെ എന്താണ്, എ പ്രൊഡ്യൂസസ് ആൽഫ എ ഡാഷ്. ഇത് എ, സോറി ഇത് അത് അടുത്ത ക്വസ്റ്റ്യൻ. അതിൻ്റെ അകത്ത് ലെഫ്റ്റ് ഫാക്ടറിങ് വരത്തില്ലല്ലോ, അത് രണ്ടിലും വരത്തില്ല. അപ്പൊ നമ്മുടെ എ പ്രൊഡ്യൂസസ് ആൽഫ എ ഡാഷ്. എ ആൽഫ എന്ന് പറയുന്നത് എന്താ, സ്മോൾ എ, ആൽഫ എ ഡാഷ്. അത് മനസ്സിലായില്ലേ? ഇനി എ ഡാഷ്. എ ഡാഷ് പ്രൊഡ്യൂസസ് ബീറ്റ 1 ഓർ ബീറ്റ 2. ബീറ്റ 1 എന്ന് പറയുന്നത് ഏതാ, ബി. ബീറ്റ 2 എന്ന് പറയുന്നത് സി. അങ്ങനെ എഴുതി. അത്ര ഉള്ളൂ. ഓക്കെ. ബീറ്റ 1 ഓർ ബീറ്റ 2. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് അംബിഗസ് ഓർ നോട്ട് എന്നാ ചോദിച്ചേക്കുന്നത്. അംബിഗസ് ഓർ നോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞ സാധനം. അംബിഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ ചെയ്തു വരുമ്പോഴത്തേക്ക്. അതെ. പിന്നെ ഇവിടെ ഈ ഒരു സാധനം, അതെ, നമ്മളെ പ്രൊഡക്ഷൻ ഇതൊക്കെയാണ്. ഒരു മിനിറ്റ്. ഈ പ്രൊഡ്യൂസേഴ്സ് ബിയും അതെന്തോ ഈ ക്വസ്റ്റ്യനൊന്നും അല്ലല്ലോ ചോദിച്ചത്. ഇതൊന്നും ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ ഉള്ളതല്ലല്ലോ. തെറ്റാക്കും, അതതിൻ്റെ കൂടെ ഇല്ല. ആ സാധനം ഇല്ല കേട്ടോ. അല്ല, ഇത് ഇതിൽ എഴുതിയിട്ടില്ല. അത് എന്തോ ചെയ്താത്ത ഇതിന്റെ ഇടയ്ക്ക് ഒരു പേജ് ഉണ്ടോ? പേരാ പേജ്? അല്ലല്ല, ഇത് ലെഫ്റ്റ് കളയുന്ന, സോറി. ഇത് ലെഫ്റ്റ് ഫാക്ടറി കളയുന്ന. അവള് മണ്ടിയാ, നീ പോയി പറഞ്ഞു. നോക്ക്, ഇവിടെ ലെഫ്റ്റ് ഫാക്ടറിങ് വരും. കാര്യം IET വരും. രണ്ടിൻ്റെ അകത്ത് IET എന്താണോ, സോറി IETS വരും. അപ്പൊ അതിനെ കളയുന്ന എങ്ങനെയാന്ന് നോക്ക്, മനസ്സിലായില്ലെങ്കിൽ പറ. അപ്പൊ ഇത് രണ്ടും മറ്റേ ലെഫ്റ്റ് എന്ത് ഫാക്ടറോ, ലെഫ്റ്റ് ഫാക്ടറി. അപ്പൊ ഇത് ലെഫ്റ്റ് ഫാക്ടറിങ് ആണെന്ന് നമുക്ക് മനസ്സിലായിരിക്കുകയാണ്. ബാക്കി അറിയാമല്ലോ. ഇല്ല, ബാക്കി പറയണം. പിന്നെ നിന്നെ എന്തിനാ ഇവിടെ വിളിച്ചിരുത്തി? നീ തന്നെ നീ നോക്കണം, മനസ്സിലായില്ലേ പറ. എല്ലാം ഞാൻ പറയുന്നത് എങ്ങനെ? E tends to beta എന്നൊക്കെ ഇവിടെ തോന്നുന്നത്. അത് ഇതിനോടുള്ള, അത് വേറൊരു സാധനമാണ്. മീൻസ് അത് ക്വസ്റ്റ്യൻ ഇത്ര. ഇത്തരം ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തൊട്ട ആൻസർ. ഇത്തരം ക്വസ്റ്റ്യൻ ആൻസർ ആദ്യത്തെ എടുത്തിട്ട് എടാ ശരിക്കും ഇതിന്റെ സംഭവം എന്തോ, ഈ റൈറ്റ് വലത്തുനിന്ന് എന്തോ ചെയ്യാൻ? അതിന് ആ ക്വസ്റ്റ്യൻ അല്ലല്ലോ ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഒരു എസ് കൂടുതലാണല്ലോ. എസ് അല്ല, എസ് ഡാഷ്. അത് ES മാരം കൊടുത്തില്ലേ? എന്താ ആൽഫ ബീറ്റ. ഇത് ആൽഫ. ഇത് ഇവിടെ ബീറ്റ 1 ഇല്ല. ഇവിടെ ഇത് ഇത്ര ആൽഫ. ബീറ്റ 2 ബീറ്റ 2. ES ആണ് ബീറ്റ 2. ഇവിടെ ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്നും നോക്കുന്നില്ല. അപ്പൊ ബീറ്റ 1 ഇല്ലേ? ബീറ്റ 1 എപ്സിലോണോ? ഓക്കെ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതുന്ന, നമ്മള് എ ഡാഷ് പ്രൊഡ്യൂസസ് ആൽഫ എ ഡാഷ്. എന്ന് പറയുന്ന ഇവിടെ എസ് പ്രൊഡ്യൂസസ് ആൽഫ. ആൽഫ എന്തോ IETS എഴുതി. എ ഡാഷ് എന്ന് പറയുന്നത് എന്തോ, എ ഡാഷ് എന്ന് പറയുന്നത് എസ് ഡാഷ്. പിന്നെ ഓറ എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊന്നും ചെയ്തില്ല, അതുകൊണ്ട് അതിനെ അതുപോലെ എടുത്ത് എഴുതി ഓറ.
ഇനി അടുത്ത സ്റ്റെപ്പിന്റെ അകത്ത് എ ഡാഷ് പ്രൊഡ്യൂസേഴ്സ് ബീറ്റ 1 ഓർ ബീറ്റ 2. ബീറ്റ 1 എപ്സിലോൺ ആണെന്ന് ഞാൻ പറയായിരുന്നു. ബീറ്റ 2 എന്ന് പറയുന്നത് ES. എടാ അതിന് മുമ്പത്തെ സ്റ്റെപ്പ് എന്ത് ITS എസ് ഡാഷ് ആ എസ് ഡാഷ് എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു. എടാ എ പ്രൊഡ്യൂസേഴ്സ് ആൽഫ എ ഡാഷ്. ആൽഫ എന്ന് പറയുന്ന IETS. ഓ എ പ്രൊഡ്യൂസേഴ്സ് ആൽഫ എ ഡാഷിന്റെ മനസ്സിലായില്ലേ? ഇതാ അംബിഗസ് ആണോ അല്ലയോ നോക്കണം. പ്രൊഡ്യൂസേഴ്സ് ആൽഫ എ ഡാഷ് A dash produces beta 1 beta 2. ഇതെന്താ ഈ ബ്രാക്കറ്റ് ഒക്കെ വെറുതെ ഇട്ടിരിക്കുന്ന? പറയാ എടാ ഏറ്റവും അവസാനത്തെ ഈ പ്രൊഡ്യൂസേഴ്സ് ബി അതിനൊന്നും ചെയ്യണ്ടല്ലോ കാര്യം. അവിടെ ഒരു പ്രശ്നമില്ലല്ലോ. ലെഫ്റ്റ് റിക്കർഷനും ഇല്ല, ലെഫ്റ്റ് ഫാക്ടറിങ്ങും ഇല്ല. അല്ല അവളെന്തോ അവസാനം ഒരു ഈ പ്രൊഡ്യൂസേഴ്സ് ബി എന്ന് എഴുതി വെച്ചേക്കുന്നു. ഓ ഓ ഓ ഓ ബാക്കി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇതിൽ അംബിഗസ് ആണോ അല്ലയോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമ്മള് ഒരു സ്ട്രിങ് എടുത്ത് നോക്കണം. അതായത് നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ഡിറൈവ് ചെയ്ത സ്ട്രിങ് ഇതാണ്. ഞാൻ പറയരുത്. ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന സ്ട്രിങ്. രണ്ട് ഇതിന്റെ അകത്ത് ഇത് കിട്ടുമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ആദ്യമേ ഇത് കിട്ടത്തില്ല, നമ്മളൊന്ന് ചെയ്ത് നോക്കണം. അപ്പൊ ഈ സാധനം കിട്ടുമോ, ഇവിടെ ഇത് കിട്ടിയെങ്കിൽ ഇവിടെ അത് വീണ്ടും കിട്ടുമോ എന്നാ ശരിക്കും നമ്മൾ നോക്കുന്നത്. ഞാനിപ്പം ഈ സാധനം നേരത്തെ എഴുതിയേക്കുന്നതുകൊണ്ട് ഇവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തെന്ന് പറയാം. മനസ്സിലായി? നമ്മളിപ്പം ഇതില്ലെന്ന് വിചാരിച്ചോ, നമ്മൾ തുടങ്ങുക. ആദ്യത്തെ അതിനെ അതുപോലെ അല്ല, ശരി ഈ എസിനെ അതുപോലെ എഴുതി. ഈ പിന്നെ ഇവിടെ എന്തോ എഴുതി വെച്ചിരുന്നു, എനിക്കറിയില്ല. ഫസ്റ്റ് എസിനെ നമ്മൾ ഈ സാധനം കൊടുത്ത്. എടാ ഈ എസിന് എസ് ഈ മൊത്തം സാധനമായിട്ട് റീപ്ലേസ് ചെയ്തു. മനസ്സിലായോ? ഇത്രയായിട്ട് റീപ്ലേസ് ചെയ്തു. മനസ്സിലായോ? എന്നിട്ട് ബാക്കിനെ അതുപോലെ എഴുതി, ഈ സാധനത്തിനെ അതുപോലെ എഴുതി, ഇതിനെ അതുപോലെ എഴുതി. എടാ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് എസിനല്ലേ റീപ്ലേസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ലെഫ്റ്റ് കിടക്കുന്ന സാധനത്തെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേറെ സാധനമൊന്നും ഇല്ലല്ലോ. എസിന് അത് മാത്രമല്ലേ കൊടുക്കാൻ പറ്റൂ. അല്ല എപ്സിലോൺ ആദ്യം നമ്മൾ കൊടുക്കുന്നില്ല, ഇത് കൊടുത്തു. ഇനി ചെയ്യുന്നത് ഈ ലെഫ്റ്റിലെ എസിന് നമ്മൾ എപ്സിലോൺ കൊടുത്തു. ഇനി ഫുൾ എപ്സിലോൺ കൊടുത്തു വരിക, വേറെ ഒന്നും ചെയ്യുന്നില്ല. കൊടുത്ത് ഈ സാധനം കിട്ടും. ഇനി ഇവിടെ നമ്മൾ ലെഫ്റ്റിലെ എസിനെ ഈ സാധനത്തിന് ഇത് വെച്ചാ റീപ്ലേസ് ചെയ്ത് എപ്സിലോൺ വെച്ചിട്ട്. എന്നിട്ട് ഈ കഴിഞ്ഞ് ഈ ബ്രാക്കറ്റ് മാത്രമായിട്ട് എങ്ങനെ വന്നു? മനസ്സിലായില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പ്. എപ്സിലോണിന് ഒന്നും വാല്യൂ ഒന്നും ഇല്ല. എപ്സിലോൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ 0 എന്ന് പറഞ്ഞു കൊടുക്കും. അതിന്റെ മുകളിലത്തെ ഇതോ അല്ലടാ, മറ്റേ ആദ്യം ചെയ്തതിന്റെ അതില് ആ എപ്സിലോൺ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പില് അത് വന്നു പറഞ്ഞു. എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞപ്പം ഒന്നും മീൻസ് അതങ്ങ് ആ എപ്സിലോൺ അവിടെ വെറുതെ. അതായത് ഇത് കഴിഞ്ഞിട്ട് ശരിക്കും ഇങ്ങനെ വരുന്നത് എസ് 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 എസ്. അത് മനസ്സിലായോ? എന്നിട്ട് ഈ എസിനെ നമ്മൾ എപ്സിലോൺ കൊടുക്കുക. അപ്പം ഇങ്ങനെ വരും. അവിടെ എന്ത് കൊടുക്കുന്നു? എപ്സിലോൺ. ഓക്കെ ശരിക്കും ഇങ്ങനെ വരുന്നത്. പക്ഷെ അങ്ങനെ എപ്സിലോൺ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും എഴുതാത്ത. ഇവിടെ ആദ്യം ഈ എസിന് എപ്സിലോൺ കൊടുത്തു. എന്നിട്ട് ഈ എസിന് നമ്മൾ മറ്റേ വലിയ എസിന്റെ വാല്യൂ കൊടുത്തു. അതായത് ഈ വാല്യൂ കൊടുക്കും. എസ് എസ് എസ്. അടുത്ത പറ മനസ്സിലായില്ലേ? ലെഫ്റ്റ് റിക്കർഷൻ ഇതിന്റെ അകത്തുനിന്ന് കളയാനാ പറയുക. ഇതിന്റെ അകത്ത് ലെഫ്റ്റ് റിക്കർസീവ് ഗ്രാമർ ഏതൊക്കെയാന്ന് പറ. ലെഫ്റ്റ് റിക്കർസീവ് ഗ്രാമർ
ആദ്യത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തെ അല്ല. മനസ്സിലായി. കബാലിട. എന്തുകൂടെ ഇതൊക്കെ ഒന്നുകൂടെ എടാ E tends to E or T/T എന്ന് കണ്ടോ? അതിന്റെ അകത്ത് E tends to അത് ബൈ. ആ E tends to E എന്ന് കിടക്കുന്നുണ്ടോ? മരമാണ്, ഞാൻ ഓർന്നില്ല പറഞ്ഞോണ്ട്. അല്ല ബൈ എന്നാ. അപ്പൊ അത് ഓറാന്ന് നിനക്ക് മനസ്സിലായല്ലോ. ആ E tends to E എന്ന് കിടക്കുന്ന സാധനം കണ്ടോ? അതിന്റെ ഇപ്പുറത്തും സെയിം അല്ലേ? ലെഫ്റ്റിലെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലെ സാധനവും അതിന്റെ മറ്റേ E എന്ന് പറയുന്ന സാധനം ഏറ്റവും ലെഫ്റ്റ് സൈഡിലെ സാധനവും ഈക്വൽ കഴിഞ്ഞിട്ടുള്ള ലെഫ്റ്റ് സൈഡിലെ സാധനവും സെയിം അല്ലേ? അപ്പൊ അത് ലെഫ്റ്റ് റിക്കർഷൻ ആണ്. രണ്ടും സെയിം വന്നാലാ? ഇപ്പൊ T tends to T ആൻഡ് F or F എന്ന് കിടക്കുന്നുണ്ടോ? അതിന്റെ അകത്ത് T അത് കഴിഞ്ഞിട്ട് ആ ടെൻസ് ടു കഴിഞ്ഞിട്ട് പിന്നെയും T കിടക്കുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിലെ സാധനം എല്ലാം ഈക്വലാ. അപ്പോഴത്തേക്ക് അതും ലെഫ്റ്റ് റിക്കർഷൻ ആണ്. അതിന്റെ അടിയിലത്തെ F tends to not F or E or true or false എന്ന് നടക്കുന്നുണ്ടോ? അതിനകത്ത് F tends to not F എന്ന് നടക്കുന്നത്. അപ്പൊ അത് ലെഫ്റ്റ് റിക്കർഷൻ അല്ല. രണ്ടും ഈക്വല്. ഇപ്പൊ നമുക്ക് ആ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞിട്ട് ആരോ കഴിഞ്ഞിട്ട് അത് തന്നെ വരുവാണെങ്കിൽ ലെഫ്റ്റ് റിക്കേഴ്സീവ്. അത് തന്നെ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ വെച്ചല്ലേ ചെയ്ത്. ആ എക്സാമ്പിൾ നോക്കാം. അതിന്റെ ലെഫ്റ്റ് റിക്കർഷനിലെല്ലാം ഇപ്പൊ A tends to A ബീറ്റ, A tends to A ആൽഫ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന സാധനമല്ല ലെഫ്റ്റ് റിക്കർഷൻ. ഓക്കെ പറ. ബാക്കി സെയിം അറിയാമല്ലോ ഇതൊക്കെ. അറിയാം, പക്ഷെ നീ പറയണം. ഇവിടെ അയ്യോ കുറച്ച് വലുതായി പോയില്ല. എനിക്കെല്ലാം കൃത്യമായിട്ട് കാണാം. നിനക്ക് കാര്യം മനസ്സിലായടാ പട്ടി. A ആൽഫ ഓർ ബീറ്റ. മനസ്സിലായില്ലേ? ബാക്കി രണ്ട് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഇക്വേഷൻസ് ഒന്ന് പറഞ്ഞടാ എന്തൊക്കെയാന്ന്. നേരത്തെ എഴുതി വെക്കാൻ പറഞ്ഞോടാ. നേരത്തെ എഴുതാൻ വേണ്ടി പോയപ്പോ നീ സ്ക്രോൾ ചെയ്ത് പോയി. പിന്നെ ഞാൻ കണ്ടിന്യൂഷൻ കളയേണ്ടത്. വാണത്തിന്റെ കാര്യം വന്നിട്ട് രണ്ടാമത് പിന്നെയും വന്ന് കാണണോ പറയും. അങ്ങനെ എടുത്ത് ഫ്ലോ പോകുന്ന വിചാരിച്ചല്ലോ പറഞ്ഞത്. ഈ മൂന്നെണ്ണം ഇത് A tends to A alpha or beta, A tends to beta A dash, A dash tends to alpha A dash or epsilon. എടാ ചുണ്ണി, എടാ അപ്പൊ നോട്ട് ലെഫ്റ്റ് റിക്കർഷൻ എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ അതൊന്നും ചെയ്യണ്ടേ? എടാ ലെഫ്റ്റ് റിക്കർഷനും ഇല്ല, ലെഫ്റ്റ് ഫാക്ടറിങ്ങും ഇല്ല, എങ്കിൽ അത് ഓക്കെ ആണ്. ഓക്കെ. ലെഫ്റ്റ് ഫാക്ടറിങ് എന്ത് വരും? ഒരു ലെഫ്റ്റ് ഫാക്ടറിങ് എന്ന് വെച്ചാൽ ഇവിടെ നോക്ക്. ഇപ്പൊ നീ നോക്ക്, ഞാൻ എക്സാമ്പിൾ പറയാം, നോക്ക് നീ. ഈ പ്രൊഡ്യൂസർ A tends to A alpha beta or alpha beta or അറിയാം കേട്ടാ. ഷോ കാണിക്കുന്നു. നിർത്തി പോട്ടെ സാർ. അങ്ങനെ നമ്മളങ്ങനെ ആണ്. ഇനി എന്തു ABD ABST ഇത് ഏതായിരുന്നു ക്വസ്റ്റ്യൻ? ബാക്കി പറ. നോക്കട്ടെ ഇതെന്ത് തോന്നുന്നു. വലോറിന്റെ കളിക്കേണ്ടത്. എടാ ഇത് അതാണ് ഉണ്ണി പറഞ്ഞ 10 മണി കഴിഞ്ഞ് പറ്റത്തില്ലത്. അതെ. പിന്നെ ഞങ്ങളിവിടെ സമയമില്ലാത്ത സമയത്ത് നിന്നെ പിടിച്ച് പഠിപ്പിക്കുന്നത്. നീ അപ്പൊ അടുത്ത എന്തുവാ റംസാനോ ഇതിനെ ഞങ്ങളെ എല്ലാരെയും വിളിച്ച് ബിരിയാണി തരേണ്ടതാ. അതെ, നെയ് വറുത്തം കൊണ്ട് ഉണ്ടാക്കണോ? കേക്കാൻ മേലടാ, ക്ലിയർ ആണ്. അത് നല്ലതാ. ചട്ടകത്തിലിട് കേട്ടോ നിന്നെ. റിക്കർസീവ് ബാക്ക് ട്രാക്കിംഗ് ഉണ്ട്. മീൻസ്
ഇതിന്റെ ഹെഡിങ് ജെയിംസ് നേരെ എഴുതിയിട്ടില്ല. ഇത് ടോപ്പ് ഡൗൺ പാഴ്സർ എന്നാ ഹെഡിങ്, ടോപ്പ് ഡൗൺ പാഴ്സറോ അല്ലെങ്കിൽ റിക്കർസീവ് ഡിസെൻഡന്റ്. അത് ഈ സാധനം. ഈ PDF അല്ലേ മറ്റേ PB എന്നിട്ടത് ഈ 2 മൊഡ്യൂൾ അല്ലേ? ഇത് സ്റ്റഫ് Top down ചണ്ടിയുടെ അത് പകുതിയൊക്കെ വിഴുങ്ങുവാന്ന് തോന്നുന്നു. അത് വെള്ളവാ, അതുകൊണ്ട് പകുതി എഴുതത്തുള്ളൂ, ബാക്കി സമയത്ത് കിറങ്ങാൻ പോകും. അതെ, ടോപ്പ് ഡൗൺ പാഴ്സർ അല്ലെങ്കിൽ റിക്കർസീവ് ഡിസെന്റ്, അങ്ങനെ ഇതിന്റെ പേര്. ഈ റിക്കർസീവ് ഡിസെന്റിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബാക്ക് ട്രാക്കിങ്ങും പിന്നെ ഒന്ന് ബാക്ക് ട്രാക്കിംഗ് ഇല്ലാത്തതും. പിന്നെ അതിനെ LL പാഴ്സർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതൊന്നും നമുക്കറിയണ്ട. നമുക്ക് എന്തോ അറിയേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് ട്രാക്കിങ്ങും വിത്തൗട്ട് ബാക്ക് ട്രാക്കിങ്ങും എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് അറിയണ്ടത്. ഈ ടോപ്പ് ഡൗൺ പാഴ്സർ ശരിയാണല്ലോ. എടാ നമുക്ക് നിർത്താം. പറഞ്ഞിട്ട് പോയാ മതി, നീ ഇവിടുന്ന് പഠിക്കാനുള്ള പോവാ ഇവിടുന്ന്. അഖിൽ, സജുവും ബിജു എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുക്കാം. ഒട്ടാകെ വീഡിയോ അയച്ചു കൊടുക്കാം. സജു പോവാൻ പറ, അവനെ വല്ല ഹാർപ്പിക്ക് വെച്ച് കൊല്ല. നീ കൊടുക്കേട്ടാ കുറച്ച് ഹാർപ്പിക്കുണ്ണി. എടാ പറ ഞാൻ അവന് വീഡിയോ അയച്ചു കൊടുത്തോളാം, നീ പറഞ്ഞോ. ടോപ്പ് ഡൗൺ പാഴ്സർ റൂട്ട് ടു ലീഫ്. ടോപ്പ് ഡൗൺ പാഴ്സർ എന്ന് വെച്ചാൽ റൂട്ട് ടു ലീഫ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം എസ് പ്രൊഡ്യൂസേഴ്സ് CAD ഉണ്ട്, എ പ്രൊഡ്യൂസേഴ്സ് ABRI ഉണ്ട്. അതുണ്ട്. ഞാനും നോക്കിക്കൊണ്ടിരുന്നു. എടാ എസ് പ്രൊഡ്യൂസേഴ്സ് CAD എന്ന് പറഞ്ഞിട്ടേ അവിടെ വരച്ചത് എസ് പ്രൊഡ്യൂസേഴ്സ് AAD തന്നെയാണല്ലോ. ഞാൻ അത് തെറ്റാ, CAD ആ വരുന്നത്. അത് ആ പ്രാന്തി എന്തൊക്കെയാ കാണിച്ചു വെച്ചേക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഇത് സിയ നിനക്കറിയാത്തായിരിക്കും, അവളെ ബുദ്ധിപരമായ നീക്കം വല്ലോ എന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ CAD എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതിന് പിന്നെ AD ചിലപ്പോ ഇത് സിയ. എന്നിട്ട് ഇവിടെ ഇംഗ്ലീഷിലൊക്കെ ഡസ് നോട്ട് മാച്ച് വിത്ത് തേർഡ് എലമെന്റ് then backtracked substituted other production for a ശ്യാമള ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൻ്റെതാ. കിടരൻ ഇംഗ്ലീഷ്. ഇത് ഞാൻ മറന്നു പോയല്ലോ. എടാ പോടാ. മനസ്സിലായി. പറയാം. എസ് പ്രൊഡ്യൂസർ CAD ആണല്ലോ നമ്മുടെ മെയിൻ സാധനം. നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ CAD. നമ്മളെവിടാ പഠിച്ചോണ്ട് കാണുന്നില്ല. നമുക്ക് വേണ്ട ഇൻപുട്ട് സ്ട്രിങ് ഇതിനകത്ത് വേണ്ടത് ഇൻപുട്ട് സ്ട്രിങ് CAD കൊടുക്കുമ്പോ അതിനെ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ സാധനം അത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മള് എസ് പ്രൊഡ്യൂസർ CAD അതിനെ പാസ്റ്റർ ആയിട്ട് വരച്ച് CAD, അത് മനസ്സിലായല്ലോ? CAD വരച്ചത് മനസ്സിലായി. എന്നിട്ട് ക്യാപിറ്റൽ C, ക്യാപിറ്റൽ A, ക്യാപിറ്റൽ D. ക്യാപിറ്റൽ C, ക്യാപിറ്റൽ D ആണ് അത്. അല്ല സോറി, ക്യാപിറ്റൽ C അല്ല, ഇത് സ്മോൾ C ആട്ടോ. ഇത് സ്മോൾ C ആണ്. ഞാനല്ല പെണ്ണ് അതെറ്റ് എഴുതി സ്മോൾ C ക്യാപിറ്റൽ D. അത് കഴിഞ്ഞിട്ട് അതിനെ ആദ്യം നമ്മൾ അങ്ങനെ എഴുതി, സ്മോൾ C ക്യാപിറ്റൽ A D എന്ന് എഴുതി. എന്നിട്ട് നമുക്കുള്ള എക്ക് ഒന്നെങ്കിൽ AB എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ A എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം AB ഇട്ട് കൊടുത്തതിന്. അപ്പൊ ഇനി നമ്മൾ പാസ്റ്ററിന്ന് നമ്മുടെ സ്ട്രിങ് എങ്ങനെ എടുക്കുന്നത്? ഇങ്ങനല്ലേ നേരത്തെ പറഞ്ഞില്ലേ? CABCD എന്നല്ലേ കിട്ടുന്നത്. നമുക്ക് വേണ്ട സാധനം CAD. അപ്പൊ അത് തെറ്റല്ലേ? അപ്പൊ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ഈ
ക്യാപിറ്റൽ എക്ക് ഒരു എ മാത്രം കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ CAD എന്ന് കിട്ടി നമുക്ക് കറക്റ്റ് കിട്ടിയാണ്. കിട്ടും കിട്ടും. അപ്പൊ ഇത് തിരിച്ചു പോകാൻ പറ്റുവാണെങ്കിൽ അതിനെ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയും. മനസ്സിലായോ? എടാ എന്തുവാടാ ബഹളം ഉണ്ടാക്കി ഞാൻ കേട്ടില്ല. ആ CABD എന്നുള്ളതിനെ ഞാനല്ല ഇവിടെ കയറും കാണണമെന്ന് പറഞ്ഞു എനിക്കൊന്ന് കേൾക്കാൻ പറ്റും. ഇതിങ്ങനൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല. നീ പറ CABD അതിൻ്റെ അകത്ത് B. CAD ആദ്യം അതിനെ കൊടുത്ത് എസിന് കേൾക്കത്തുമില്ല. എടാ പറയടാ ബിയുടെ അവിടെ നിന്ന് എങ്ങനെ ബാക്ക് ട്രാക്കിങ് പോകുന്നു? എടാ ബി നമ്മൾ ശരിക്കും ഇവിടുത്തെ AB എന്ന് കൊടുക്കുമ്പോ കിട്ടത്തില്ലല്ലോ, CABD എന്നല്ലേ വരുന്നത്. അതെ, നമുക്ക് വേണ്ടത് CAD ആ. അപ്പം ഈ എക്ക് ശരിക്കും A എന്ന് മാത്രം കൊടുത്തിരുന്ന കിട്ടിയാനെ. അതായത് ഇവിടെ ബാക്ക് ട്രാക്കിങ് നടത്തണം. അതായത് എക്ക് AB മാറ്റിയിട്ട് A എന്ന് മാത്രം വരണം. അതിന് പോവാൻ പറ്റുവാണെങ്കിൽ അതിനെ ബാക്ക് ട്രാക്കിങ് എന്ന് പറയും. അത്ര ഞാൻ പറയുള്ളൂ. അതായത് ഇവിടെ ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഇനി ബാക്ക് ട്രാക്കിങ് നടത്തിയിട്ട് കറക്റ്റ് ഇൻപുട്ട് കിട്ടും. അതായത് പാഴ്സർ, ഈ സാധനം പാഴ്സ് ട്രീ വരയ്ക്കുന്നത് ശരിക്കും പാഴ്സറിന്റെ ഔട്ട്പുട്ട് ആണ് ഇത് പാഴ്സ് ട്രീ എന്ന് പറയുന്നത്. അപ്പൊ ഈ പാഴ്സർ ശരിക്കും ബാക്ക് ട്രാക്കിങ് നടത്തിയിട്ട് കറക്റ്റ് ഔട്ട്പുട്ട് നടത്തും. അതിനെയാണ് ബാക്ക് ട്രാക്കിങ് എന്ന് പറയുന്നത്. ഈ ബാക്ക് ട്രാക്കിങ്ങിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഡിസഡ്വാൻറ്റേജ് എഴുതരുത്, ഇതൊന്നും മനസ്സിലാകത്തില്ല. ഇവിടെ എന്തോ ഉദ്ദേശിച്ചേക്കുന്നതെന്നും എനിക്കറിയത്തില്ല. ശരിക്കും ഇതാ എഴുതണ്ട, ഞാൻ പറയാം. എല്ലാവരും ഇംഗ്ലീഷ് അബീസജി വിളിക്കുന്നു. ഞാൻ എന്ത് പറയാം? 10 മണിന്ന് പറയട്ടെ. 10 മണി പറ. ഹലോ, കളിക്കാണ്ട് മുട്ടിയിരിക്കുവാണ്. എടാ ഇനി ഞങ്ങൾ പ്രോ പ്ലേയേഴ്സിന്റെ കളിയാണ്, നീ വിചാരിക്കുന്നതില്ല. നീ ആദ്യം മൗസ് പിടിക്കാൻ പഠിക്കണം, എന്നിട്ട് വെടിവെക്കാൻ പഠിക്കണം, എന്നിട്ട് വല്ലവറിന്റെ കളിക്കാൻ വരണം. നീയൊക്കെ ആരൊക്കെ കൂടെ ഇരുന്ന് കളിക്കുന്നു? ഞാൻ എലിഫന്റാസ് ഉണ്ണി, ബാക്ടീരിയ സജു, ഹാക്കർ ജോസ്, പിന്നെ മലവേടൻ ഒരിടക്ക് വന്നായിരുന്നു. അമ്പും വില്ലൊക്കെ കേട്ടിട്ട് പോയി. നിങ്ങൾ ഇത്രയും പേരാ? ഒട്ടകം ഇപ്പൊ ഇല്ല. ഒട്ടകം ഡിസഡ്വാൻറ്റേജ് എഴുതി വെച്ചോ, ഞാൻ പറയുന്നത്. ഇഫ് ദ ഒരു മിനിറ്റ് ഞാൻ വായിച്ചു നോക്കട്ടെ. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഇഫ് വേണ്ട. It is not suitable if the grammar is പിന്നെ ഇതെന്തോ ഗ്രാമർ ഈസ് വാക്ക് പറ. ആംബിഗസ് സ്പെല്ലിംഗ് പറയടാ. AMBIGOUS. ambiguous. Then more backtracking is needed. Then is needed. And more time is needed. More time is needed. Also, it will end in an infinite loop. If the grammar is left recursive. If the grammar is left recursive. എടാ ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പം ഈ ഗ്രാമർ എന്ന് പറയുന്നത് ആംബിഗസ് ആണെങ്കിൽ ഈ ഇത് ഒത്തിരി ബാക്ക് ട്രാക്കിങ് ചെയ്യേണ്ടി വരും. കാര്യം നമ്മൾ രണ്ട് മെത്തേഡ് ഇല്ല. അതായത് ആംബിഗസ് എന്ന് പറയുന്നത് പിന്നെയും പോയി നോക്കേണ്ടി വരും എന്തിട്ടാണ് കറക്റ്റ് ആവുന്നതെന്ന്. അതിന് ഒത്തിരി സമയം എടുക്കും. പിന്നെ ലെഫ്റ്റ് റിക്കർസീവ് ആണെങ്കിൽ അവിടെ ഒരു ഇൻഫിനിറ്റ് ലൂപ്പും ഉണ്ടാവും. അതിന് ഇവളെന്ത് ബാക്ക് ട്രാക്ക് ചെയ്യാം. അത് പേടിക്കണ്ട. അത്
എല്ലാവരുടെയും ഇംഗ്ലീഷ് കേട്ടതിന്റെ എഫക്റ്റാണ്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഇച്ചിരി പാടാണ്. അവർക്ക് അത് തെറ്റാണ്, പക്ഷെ അവരും ആൻസർ ഇട്ടത് ഇത്തിരി സമയം എടുത്ത് ചെയ്യണ്ടോ. സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇല്ല, നീ പറഞ്ഞുതരുമെന്നല്ല, നീ ചെയ്യും, ഞങ്ങള് കേക്കും. ഇവളതിന്റെ ആൻസർ എഴുതിയിട്ടില്ല ഇതിന്റെ അകത്ത് വേണ്ടി. പക്ഷെ ഞാനാണ് വെറുതെ പോയി പ്രിന്റ് കൊടുത്ത്, ഇങ്ങനെ ഞാൻ എടുക്കത്തില്ലായിരുന്നു. ഞാൻ നാളെ എടുക്കണമെന്നും പറഞ്ഞിരിക്കും, എന്തായാലും ഇത് അറിഞ്ഞോണ്ട് വലിയൊരു ട്രീ. ഞാൻ പോയി ഇത്ര നാളെങ്കിൽ ബുക്കില്ലായിരുന്നു, ഇന്ന് 4 ബുക്കും മേടിച്ച് ഇതിന്റെ പോയി പ്രിന്റ് ഔട്ടും എടുത്ത് എന്നിട്ട് വന്നിരുന്നതാ. ഇതിന് വലിയൊരു ആൻസർ, ഒരു ട്രീ വരും, പിന്നെ ഒരു ഡെറിവേഷനും വരും. എടാ അത് പറയുവാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും, നമ്മൾ പഠിച്ച കാര്യമൊക്കെ. ഒരു സീനും ഇല്ല. അപ്പൊ പിന്നെ ബാക്കിയൊന്നും പഠിക്കാൻ പറ്റത്തില്ല. 15 മിനിറ്റ് കൊണ്ട് നിനക്ക് എന്തൊക്കെ ചെയ്യാം. 15 മിനിറ്റ് ഇതിനു വേണ്ടി എടുക്കും, ഞാൻ പറഞ്ഞേക്കാം. അത് മതി, 15 മിനിറ്റ് ഇതിനു വേണ്ടി എടുത്തോട്ടെ. ഇനി അങ്ങോട്ടുള്ള ഇമ്പോർട്ടന്റ് തിയറി ഉള്ള വിഷയം ഏതൊക്കെയാന്ന് പറഞ്ഞു. എന്തു നീ മര്യാദക്ക് പറ. നമുക്കിപ്പോ 6 വിഷയത്തില് തിയറി ഉള്ള വിഷയം ഏതൊക്കെയാ? എടാ DAയും CDയും ഒഴിച്ച് ബാക്കിയെല്ലാം തിയറി. ബാക്കിയെല്ലാം തിയറിയാ. DAയും CDയിലും കണക്ക് മാത്രമേ ഉള്ളൂ, അതിലും തിയറി ഉണ്ടോ? പിന്നെ തിയറി ഉണ്ട്, എന്ന് വെച്ചാൽ ഫുൾ തിയറി ആയിട്ടുള്ള ബാക്കി 4. ഇത് പ്രോബ്ലമാറ്റിക് പ്രോബ്ലം ഇല്ല. പ്രോബ്ലം ഇല്ല. എടാ ഉണ്ണി, എടാ ഞാൻ ഈ വീഡിയോ ഇടുന്ന അക്കൗണ്ട് നിനക്കും കൂടെ തരാം. നീ സമയം കിട്ടുമ്പോ ചുമ്മാ ഇരുന്ന് ഓരോ സാധനം പഠിപ്പിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും. എടാ ഇതൊക്കെ എല്ലാരും കാണത്തില്ലടാ. അതിന് നമ്മളൊക്കെ അല്ലേ കാണത്തുള്ളൂ, ബാക്കിയുള്ളവർക്ക് നമ്മൾ ആരാന്ന് കൂടി അറിയത്തില്ലേ. പ്രഡിക്റ്റീവ് പാഴ്സ് ഏതാ, ഇത് പറയണോ അതോ പ്രഡിക്റ്റീവ് പാഴ്സിങ് പറയണോ? എന്തേലും വേണ്ടിയൊക്കെ പറ. അത് പറ, അല്ല ഇത് പറയണ്ട, അടുത്ത പറ. ഇത് എങ്ങനെയാന്ന് വരുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് നോക്കൂ. ഇത് രണ്ടും നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് ഏതാ ക്വസ്റ്റ്യൻ? അതാദ്യം ഒന്ന് കാണിച്ചത്. ഇത് എത്ര, ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ? എടാ ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്നും ഇവള് എഴുതിയിട്ടില്ല. ഓ ഞാൻ അതിന്റെ മുമ്പ്, എടാ ഡിസഡ്വാൻറ്റേജസിന് താഴെ കിടക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. ഓ ഇത് ക്വസ്റ്റ്യൻ ആയിരുന്നാ? അതവിടെ ഒന്നും എഴുതിയിട്ടില്ല ശരിക്കും. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. കൺസ്ട്രക്ട് പാസ് ട്രീ ഫോർ ഈ സാധനം, കൺസ്ട്രക്ട് പാസ് ട്രീ ഫോർ ഈ സാധനം ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് അംബിഗ്യസ് ഓർ നോട്ട് ജസ്റ്റിഫൈ. കൺസ്ട്രക്ട് പാർസി ഫോർ ഏ സാധനം എൽ പ്രൊഡ്യൂസേഴ്സ് അല്ല. എടാ അതിന് മുമ്പ് നീ ഏതോ 2 സാധനം പറഞ്ഞില്ല. അത് ഞാൻ ആൻസർ പറഞ്ഞ. കൺസ്ട്രക്ട് പാർസ് ട്രീ ഫോർ എന്ത് സാധനം? ഈ സാധനം. ആദ്യം പറഞ്ഞ. അപ്പൊ അതിന്റെ മേളിൽ കിടക്കുന്ന 2 സാധനം എന്തോ? ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് അംബിഗ്യസ് ഓർ നോട്ട്, എന്നിട്ട് ഈ സാധനം. Check whether it is ambiguous for ഓക്കെ. എടി ഇവരെന്തുവാടെ ഈ ഇങ്ങനൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ട് നമ്മൾ പോയി ഓഫ്ലൈൻ എക്സാം എഴുതണം? കഷ്ടമാണെന്ന് ചോദിക്കണം. അവര് നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. അല്ല എന്നാലും നമുക്ക് ഉറക്കം വരത്തില്ലടാ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ കേട്ട്. ഓൺലൈൻ ആണെങ്കിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കും, കുറെ തെറിയൊക്കെ കേൾക്കുന്നുണ്ട്. ബാക്കിയൊന്നും ശ്രദ്ധിക്കേണ്ടടാ, ഈ 2 സബ്ജക്ട് നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. DA നിനക്ക് വല്ല അറിയാവോ? കുഴപ്പമില്ല, അവര് നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. എന്നാ അതും കൂടെ പഠിപ്പിച്ചോ. DAA ആണോ മറ്റേ ഒരു നമുക്ക് അവിടെ വന്ന ടീച്ചർ? എടാ നിഞ്ച ടർട്ടിലിനെ കണക്കിരിക്കുന്ന ടീച്ചർ. ഒരു ദിവസം പൂര തെറിവുകൾ നടന്നു. അവരെ മറ്റേ ഈ നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് CD, ഇത് പഠിപ്പിക്കുന്ന മറ്റേ ശ്രീലക്ഷ്മിനെ പോലെ ഇരിക്കുന്ന അവരല്ലേ? മറ്റേ മാസിലുള്ളത്. അത് തന്നെ മസ്ലിമാൻ.
മറ്റേ ദളപതി എന്ന് പറഞ്ഞതാ. ഇവിടെ അവരുടെ കൈ കണ്ട നിറച്ച് ഭയങ്കര മസിലാണ്. മെർലിൻ കോശിയുടെ പഞ്ച് പിടിപ്പിക്കുന്നത്. അവരൊക്കെ കുട്ടപ്പനെ പോലെ ആയിരുന്നു, ഇപ്പൊ എല്ലാം എയറിലായ. അത് നീ മറക്കരുത്. എന്റെ പൊന്ന്. അതൊരു സീനാ. അത് ശരിക്കും കുട്ടപ്പനായിരുന്നു എടുക്കേണ്ട ഈ സബ്ജക്ട്. പിന്നെ എന്തോ ഭാഗ്യത്തിന് അവര് വന്നേ. ബാക്കി പറ. ഇത് നമ്മള് അതായത് ഇവിടെ ഇൻപുട്ട് സ്ട്രിങ് അവര് തന്നിട്ടുണ്ട് ഈ സാധനം. എന്നിട്ട് നമ്മുടെ പ്രൊഡക്ഷൻസ് ഇതാ. ഇത് രണ്ടിനും നമ്മളൊരു ട്രീ വരച്ചിട്ട് ഈ സാധനം അതിൻ്റെ അകത്തുനിന്ന് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതങ്ങനെ കൊടുക്കൂടാ. അത് കൊറേ നേരം എടുത്തിട്ടാണ് ഇത് ഞാൻ ചെയ്തത്. ആദ്യം വരയ്ക്കുന്നതിനേക്കാളും മുന്നേ ഞാനത് എങ്ങനെ ഇതുപോലെ കാണിച്ചാലേ എനിക്ക് മനസ്സിലാക്കുള്ളൂ. ഇങ്ങനെ എഴുതിയിട്ട് വരയ്ക്കുന്നതല്ലേ എളുപ്പം. ഞാൻ ഗ്രൂപ്പിലോട്ടല്ലേ നിങ്ങക്ക് പേഴ്സണൽ ആക്കിയ സാധനം. എടാ പിന്നെ ഈ തിയറി സബ്ജക്റ്റിന് നോട്ട് വല്ലതും ഉണ്ടായില്ല? ഇല്ല, എന്റെ ഒന്നും ഇല്ല. എന്റെ തിയറിയുടെ ഒന്നും ഇല്ല. എന്റെ ഈ 2 നോട്ടുണ്ട്. എന്റെ കയ്യില് നോട്ടേ ഇല്ല. ഞാൻ ഇന്നലെ പോയാ നോട്ട് മേടിച്ചത്. ഇതിന്റെ നോട്ടൊന്നും ഇട്ടേക്കണം കേട്ടാ. ഏതിന്റെ? ഈ 2 വിഷയത്തിന്റെ. അത് കൊറേ ചെയ്യാനുണ്ട്. എടാ കൊറേ സ്കാൻ ചെയ്യാനുണ്ടെന്ന്. എടാ ചുണ്ണി, എടാ ഇവരിപ്പൊ പഠിക്കുന്ന മറ്റേ ആ കോളം വരച്ചിട്ടുള്ള സാധനമൊക്കെ പറഞ്ഞു. എന്റെ പൊന്നു, അതിലോട്ടൊക്കെ എത്തണമെന്ന് ഞാൻ നേരത്തെ ചോദിച്ചപ്പോ അവൻ ഇത് തൊലിക്കാതെ വയ്യെന്ന് പറഞ്ഞു. ഇപ്പൊ നീ ഇത് പഠിപ്പിച്ചില്ലല്ലോ. ഞാൻ 10 മണി വരെ ഉള്ളൂ. 10 മണിയാവുന്നല്ലോ. ഇല്ല, 9:51 ആയിട്ടുള്ളൂ. ഇനി 9 മിനിറ്റ് ഉണ്ട്. 9 മിനിറ്റ് കൊണ്ട് എന്തൊക്കെ ചെയ്യാം. ഞാൻ നിനക്ക് ഒരു ഫോട്ടോ അയക്കാം. അത് നോക്ക്, നീ വല്ല മനസ്സിലാകാം. ഇത്രയും വലിയൊരു ഡെറിവേഷൻ വരച്ചിട്ട് അല്ല എഴുതിയിട്ടാണ് നമ്മൾ ഈ ട്രീ വരയ്ക്കുന്നത്. ഒത്തിരി സമയം എടുക്കും. ആ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇരിക്കും. അതിനെല്ലാം നിന്നെ പിടിച്ചിരിക്കും. എടാ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ? ഈ നമുക്കൊരു ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കിട്ടണം. അല്ല നമുക്ക് തോന്നിയ പോലെ ഡെറിവേഷൻ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ട് അത് അംബിഗ്യസ് ആണോ അല്ലയോ നോക്കുക. പരീക്ഷയ്ക്ക് ഇതൊക്കെ നമ്മളെങ്ങനെ ഒപ്പിക്കൂടാ? അതാ ഞാനും ആലോചിക്കുന്നത്. കഴിഞ്ഞ സമയം ഇത്രയും സീനില്ലായിരുന്നല്ലേ? പക്ഷെ കഴിഞ്ഞ സമയം പഠിച്ചോണ്ടിരുന്നപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ സീൻ. നിങ്ങക്ക് മനസ്സിലായോ? നോക്കൂ, ഞാനിവിടെ അത് എഴുതിക്കൊണ്ടിരിക്കുക. എഴുതി കഴിഞ്ഞിട്ട് പോകും. പിന്നെ എഴുതി. നീ ഇപ്പൊ നോക്കത്. നോക്കട്ടെ എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഐറ്റം. എ ഉണ്ട്, എ ഉണ്ട്, എ ഉണ്ട്, ആദ്യം എല്ലുണ്ട്. എല്ലിന് LS ആക്കി. എല്ലിന് LS ആക്കി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എല്ലിന് S സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എസ്സിന് A കൊടുത്തു. ഓക്കെ. എസ്സിന് A കൊടുത്തു. അത് കഴിഞ്ഞൊരു എസ് ഉണ്ട്. ആ എസ്സിന് L കൊടുത്തു. എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള സാധനമൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചെടുക്കാന്ന് എനിക്കറിയാത്തത്. എനിക്കിത് കുറെ തെറ്റിയിട്ടാണ് ചെയ്തത്. നീ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണോ? ആണ്. പോടാ. ഇവന് TOC-നെ കാട്ടി പാടാണോ? അതോ TOC പോലെ തന്നെ? അല്ല, TOC-യെക്കാളും എളുപ്പമായിട്ടാണ് എനിക്ക് ഇത്രയൊക്കെ നോക്കിയിട്ട് മനസ്സിലായത്. വെറുതെ പറയല്. അപ്പൊ മറ്റേത് ഭയങ്കര പാടായിട്ടാണ് എനിക്ക് തോന്നിയത്. TOC രസമായിരുന്നു. എന്താ TOC ഒക്കെ എനിക്ക് പടക്കാൻ ഇഷ്ടമായിരുന്നു. കിടില സാധനമായിരുന്നു. ഏറ്റവും വെറുപ്പുള്ള സാധനമാണ് ആ മയിലും അതുപോലെ പഠിപ്പിച്ചിട്ടാ. വലിയ സീനുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ആ കൂണാണെന്ന് പറയാൻ എപ്പോഴൊന്നും വരുത്തിട്ട് പിന്നെ ലേറ്റ് ആവും.
വല്ലതും മനസ്സിലായോ? എഴുതിക്കൊണ്ടിരിക്കും. എനിക്ക് മനസ്സിലാവും, കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നീ മര്യാദയ്ക്ക് എഴുതിയിട്ടുള്ളതുകൊണ്ട് സീനില്ല. ഇപ്പോൾ ആ ചണ്ടി ആയിരുന്നു എൻ്റെ കിളി പോയാൽ. എടാ ഇതിന്റെയൊക്കെ മറ്റേ ക്രിയേറ്റീവ് നോട്ടിൽ കിടക്കുന്നൊക്കെ നോട്ടൊക്കെ നല്ലതാണോടാ? അത് കേറ്റിനോണ്ടൊക്കെ ഒത്തിരി ചെറുതായിട്ട് കൊടുത്തേക്കുന്നത്. പ്രോബ്ലം ഒന്നും ഇല്ല. അത് ഇച്ചിരിയൊക്കെ കാണത്തുള്ളൂ. നമുക്ക് ഒത്തിരി മറ്റേ ഇതിനേക്കാളൊക്കെ നല്ല മറ്റേ TP സോൾഡ് അതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. ഈ തിയറി സബ്ജക്റ്റിന്റെ അതിൻ്റെ അകത്തുണ്ട് പ്രീവിയസ് ഇയർ ഒക്കെ. പക്ഷെ വെബ് ടെക്നോളജി ഇല്ലെന്നേ ഉള്ളൂ. ഈ വെബ് ടെക്നോളജി ശാമളം എടുക്കുന്നില്ലേ? അതെ. എന്ത് കഴിഞ്ഞ സെമ്മിലും അവരെടുത്ത വിഷയം TP സോൾഡിൽ ഇല്ല. അവര് ഇതാണ് എടുക്കുന്നത്, എലക്റ്റീവ് എടുക്കുന്നത്. അങ്ങനെ പറഞ്ഞു. അതേ അവർക്ക് പറ്റത്തുള്ളൂ. പക്ഷെ മനസ്സിലാക്കണം. എന്തുവല്ലേ പറഞ്ഞിട്ട് ഓക്കെ ക്ലിയർ, ആർ യു റെഡി? അതൊന്നും ദിവ്യാമിസ് അല്ലേ ആർ യു റെഡി ചോദിക്കുന്നു. ദിവ്യാമിസ് പിന്നെ സീനില്ല, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട്. പിന്നെ ഇതിനകത്തെന്തോ മറ്റേ അത് മറ്റേ മാനേജ്മെന്റ് പേപ്പർ എന്തോ നമ്മൾ തന്നെയൊക്കെ തള്ളിയൊക്കെ പേപ്പറാണ്. പോലത്തെ ഒരു സാധനമാണ്. എല്ലാ സെമ്മിലും അങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ഒരു വിഷയം പാസ്സാവും ഉറപ്പിക്കല്ലേ. ഈ DA ഇത്രയും പാടുണ്ടോ? DA കംപ്ലീറ്റ്ലി വേറൊരു സംഭവം, ഇതുമായിട്ടൊരു ബന്ധമില്ല. ഒരു ബന്ധവുമില്ല. അടിപൊളി. എന്നുവെച്ചാല് ഇതുമായിട്ട് അത് നമ്മൾ ഒരെണ്ണം പഠിച്ചാൽ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. സെയിം മോഡലിലായിരുന്നു അവര് പറയുന്നതെന്ന് വെച്ചാൽ അവര് പഠിപ്പിക്കുന്ന മാത്രമാണ് മിക്കവാറും എക്സാമിന് റിപ്പീറ്റഡ് ചോദിക്കുന്നത്, അല്ല വെളിയിൽ നിന്നൊന്നും ചോദിക്കത്തില്ലെന്ന് അവര് പറയുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് വെളിയിൽ നിന്നും ചോദിക്കാം. മീൻസ് സെയിം ആയിട്ട് കുറെ അതുപോലെ വരും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 എടാ ബാക്കി പറയടാ. ഇത് കഴിഞ്ഞിട്ടൊരു പടവും കൂടെ ഉണ്ട്. ഇനിയുണ്ട്, തീർന്നില്ല. പടം വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. പക്ഷെ പടം വരയ്ക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ. അതേ ഒരു പടവും കൂടെ കിടക്കുന്നു. ഇനി ഇതും വേണ്ട. പടവും കൂടെ വരച്ചു. എടാ ആ പടം നോക്കിയാ പോരെ, മനസ്സിലാവുമല്ലോ പെട്ടെന്ന്. എടാ അത് എങ്ങനെ വരയ്ക്കുന്നത്? ഇത് CLS എന്നാണോ നീ എഴുതിയേക്കുന്നത്? CLSM എവിടെ എഴുതി? അത് ഓപ്പൺ ബ്രാക്കറ്റ് ആയിരുന്നു. ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഇതവര് പറഞ്ഞ ഇച്ചിരി പാടാണെന്ന്. ഈ TP സോൾഡ് എവിടെ കിട്ടൂടാ? ആലപ്പുഴയിലെ ബുക്ക് സ്റ്റോളിലാണ്. എവിടെ ഏതിലാ? ഇല്ല ഞാൻ കഴിഞ്ഞ വാങ്ങിച്ചത്. ഇതെല്ലാം അങ്ങോട്ട് കിട്ടും. ഞാനിവിടെ മൊത്തം തിരക്കി, അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ പോയി പ്രിന്റ് എടുത്തു. പിന്നെ ഞാൻ എവിടുന്ന് എടുത്തോ പോകാറങ്ങി? നീ എവിടുന്ന എടുത്ത്? ഞാൻ പറയാം, മറ്റേ ബോട്ട് ചെട്ടി എടുത്തിട്ട് പറയാനല്ലോ. എന്നായിരുന്നു അതിന്റെ പേര്? ഒരു പഴയൊരു കട. ഒരു പഴയൊരു കട, ഒരു ബസ് സ്റ്റാൻഡിലൂടെ മുല്ലയ്ക്കലോട്ട് പോകുന്ന ഒരു വഴി. ഞാൻ പറയാം അതിന്റെ പേര്. വിദ്യാരംഭം അല്ലല്ല, അക്ഷരം. ശാന്ത. ശാന്ത ബുക്ക് സ്റ്റോൾ എന്താണ്? അത് തന്നെ. TP സോളിൽ എന്തോ ക്വസ്റ്റ്യൻ നോക്കാൻ മാത്രമേ ഉള്ളത്തുള്ളൂ, അത് വെച്ച് പഠിക്കാനൊന്നും പറ്റത്തില്ല. അത് പറ്റത്തില്ല. ഞാൻ അത് വെച്ച് പഠിക്കാൻ നോക്കി, എൻ്റെ മോനെ പഠിച്ച് ഊപ്പാട് വന്നു. ചറ പറയാന്ന് പറഞ്ഞ അതിൻ്റെ അത് കിടക്കുന്നു.
പക്ഷെ തുണ്ടെടുക്കാൻ അത് കഴിഞ്ഞേ ഉള്ളു സാധനം. അത് ശരിയാ. ശരിയാ. ഇത് ഞാൻ വരച്ചെടുത്ത ക്വസ്റ്റ്യൻ്റെ അകത്തൊക്കെ കൂടെ വരച്ചോണ്ടൊക്കെ പോയി. ഇത് വരയ്ക്കുന്നതിൻ്റെ അകത്തൊക്കെ കാര്യമുണ്ട്. കാര്യം നമ്മളിങ്ങനെ വരച്ചു നോക്കത്തില്ല, ഞാൻ പറയാം ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ അകത്തോട്ടൊക്കെ വരച്ച് അങ്ങനെ ചെയ്ത് നോക്കുമ്പോ ഈ സാധനം കിട്ടണം. തിയറിയുടെ നോട്ട് കിട്ടാൻ വേറെ എന്ത് ചെയ്യൂടാ? തിയറിയുടെ നോട്ട് കിട്ടാൻ എന്താണ്, ഇവരൊക്കെ നോട്ട് തരുമല്ലോ അവസാനം. അതെ, കഴിഞ്ഞ സെമ്മിലെ കണ്ടായിരുന്നു, അവസാനം എല്ലാം കൂടെ വന്നിട്ട് കൈയും കാലും ഇട്ടടിച്ച്. അയ്യോ കഴിഞ്ഞ സെമ്മിലൊന്നും ഒരു തേങ്ങ അറിയത്തില്ല, ഒരു മണ്ണങ്ങോട്ട് അറിയത്തില്ല. കഴിഞ്ഞ സെമ്മിലെ തിയറി എന്ന് പറയാൻ MPMC അത് ഭയങ്കര പാടായിരുന്നു. പക്ഷെ അതുപോലെ ഒരു തിയറി സബ്ജക്ട് ഇത്തവണ ഇല്ല. ബാക്കി പക്ഷെ 4 സബ്ജക്ട് ഇല്ല തിയറി. എനിക്കിപ്പോഴും EDC കിടക്കും, അതാണ് എന്റെ പേടി. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വായിച്ചാൽ മനസ്സിലാവും, അതിൽ വലിയ ടഫ് ഒന്നുമില്ല. MPMC പോലെ 10-15 ആർക്കിടെക്ചർ പഠിക്കുകയൊന്നും വേണ്ട. സിമ്പിൾ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അവര് പഠിപ്പിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ലേ, പറയുന്നതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളല്ലേ. അത് ശരിയാ, ശ്രദ്ധിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കേൾക്കുമ്പോ തന്നെ എന്തൊക്കെയോ അവിടെയൊക്കെയോ ഒരു എളുപ്പമുള്ള പോലെ തോന്നിക്കുന്നുണ്ട്. പിന്നെ അവര് TP സോൺ നോക്കിയാ പഠിപ്പിക്കുന്നത്, അതിന് വേറെ നോട്ടുള്ളതാ. പിന്നെ ദിവ്യ മിസ്സിന്റെ അത് എളുപ്പമാ. പിന്നെ അവരുടെ ഇച്ചിരി വർഷം സബ്ജക്റ്റാ വർഷമാണ്. അവരെന്തുവാണ് അവര് ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്? എനിക്ക് ഈ സമയത്ത് 2 സബ്ജക്റ്റിന്റെ പേര് അറിയത്തുള്ളൂ, ഒന്ന് DA ഒന്ന് CDU. SCPM അതാരാ പഠിപ്പിക്കുന്നത്? POM ടെക്നോളജി. വേറെ ടെക്നോളജി ചെയ്യുന്നുണ്ട്. വേറെ ഏതാ ഉള്ളത്? വേറെ ഇപ്പൊ 4 ആയല്ലോ. 6 അല്ലേ? വേറെ ഇതിലുണ്ടും CDയും DAയും CDയും POM SCPM വെബ് ടെക്നോളജി, പിന്നെ CN കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഒന്ന് പഠിച്ചു തുടങ്ങണമെന്നും പറഞ്ഞിരിക്കുവോ? നടക്കാനല്ലേ. നാളെ ഉച്ചക്ക് 2 മണി പറ്റൂല്ലോ. നാളെ ഉച്ചക്ക് 2 മണി. 2 മണി എന്തോ പഠിപ്പിക്കുന്ന? ഇതിന്റെ ബാക്കി പിന്നല്ല തന്നെ പഠിപ്പിക്കാൻ. ഇതിന്റെ ബാക്കി പഠിപ്പിക്കണം, DAയും പഠിപ്പിക്കണം. നാളെ ഇവര് ബാക്കി പഠിപ്പിക്കും. അത് നമുക്ക് ശരിയാക്കാം. എന്ത് ശരിയാക്കാം? നിങ്ങൾ ഇച്ചിരി സ്പീഡിൽ നിന്ന് എല്ലാം പഠിച്ചാൽ മതി, പെട്ടെന്ന് ചെയ്യും. എന്തുവാടാ ഇങ്ങനെ ലാഗ് അടിക്കാതെ പെട്ടെന്ന് പോയാ മതിയെന്ന്. ലാഗ് അടിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സിലാകാത്തോണ്ട് അല്ല, ഇന്ന് നീ കുറെ സമയം കളഞ്ഞു. നീ കുറെ സമയം കളഞ്ഞു. നീ അങ്ങനത്തെ മറ്റേ മറിച്ചെന്ന് പറഞ്ഞ കുറെ നേരം കളഞ്ഞു. ഞാൻ ഈ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യട്ടെ. ഞാനൊരു 5 മിനിറ്റ് മറ്റേ